എന്റെ ഈശോ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ വിഷമിക്കുന്നുണ്ട്. ചില ബോധ്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ കുമ്പസാരം വരാൻ ട്രാക്കിലാണ്. സ്വർഗം നമുക്ക് ഒരുക്കിയത് നമ്മുടെ അവകാശമാണ്. ഒരു പാപി വന്നിട്ട് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതവന്റെ അവകാശിയാണ്. കാരണം എന്താ, ഈശോ നമുക്കത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഈശോയുടെ നാമത്തിൽ ചോദിച്ചു വാങ്ങണം. ഡാനിസ് പറഞ്ഞ കാര്യം ഇതാണ്. ഡാനിസ് ഇങ്ങനെയാ പറയുന്നേ, എന്നാ അച്ഛന്റെ വേർഡ്സ് ഇങ്ങനെയാണ്. അതായത് അച്ഛൻ പറഞ്ഞു, അച്ഛനെ ഒരാൾ തെറി പറഞ്ഞാൽ അച്ഛന് തിരിച്ച് തെറി പറയാൻ പറ്റത്തില്ല. അച്ഛന് തെറി പറയാൻ പറ്റത്തില്ല. അപ്പം കാരണം അച്ഛൻ പറഞ്ഞു, ഞാൻ വചനം പറയുന്ന ആളാണ്, വചനം ജീവിക്കുന്ന ആളാണ്, വചനം പറയുന്ന ആളാണ്. എനിക്കൊരിക്കലും എനിക്ക് തെറി പറയാൻ അറിയാം. എനിക്ക് തെറി പറയാൻ അറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. കാരണം ഞാൻ വചനം ജീവിക്കുന്ന ആളാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സാധനം മനസ്സിൽ കിടക്കുക. അപ്പം ഞാൻ പിന്നെ ശരി, അപ്പൊ ഞാനും വചനം പറയുന്ന ആളാണല്ലോ. ഞാനും വചനം പറയുന്ന ആളാണ്. അപ്പൊ എന്നെ ഒരാൾ തല്ലിയാൽ എനിക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ഞാനും വചനം പറയുന്ന ആളാണ്. പിന്നെ നമ്മൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈശോയുടെ നമ്മൾ പ്രയർ മീറ്റിംഗിന് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈശോയെ കൊടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ഒരാൾ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുക, എനിക്ക് അയാളെ തിരിച്ചടിക്കാൻ പറ്റത്തില്ല, കാരണം ഞാനൊരു ശുശ്രൂഷകനാണ്, ഞാൻ വചനം പറയുന്നതാണ്. പക്ഷേ ഇത് കുറെ നേരം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ സത്യത്തില് ഞാനൊരു ശുശ്രൂഷകനായതുകൊണ്ടൊന്നും അല്ല ഞാൻ അതിനെ തെറി പറയാതിരിക്കേണ്ടതേ. ഞാൻ വചനം പറയുന്ന ആളായതുകൊണ്ടല്ല, ഞാൻ സാക്ഷിച്ചത് നയിക്കുന്ന ആളായതുകൊണ്ട്, ഞാനൊരു സാക്ഷിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അല്ല ഞാനിത് ചെയ്യേണ്ടത്, ഞാനിതിങ്ങനെ ചെയ്യാതിരിക്കേണ്ടതേ. അതായത് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം എന്റെ ഒരു ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞപ്പോഴേ, ഒരു തെറ്റായ ഒരു സാധനമാണ് ഇത് പറഞ്ഞപ്പോൾ ഞാനത് കേട്ട് ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ചിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ അന്നേരത്തെ കഴിഞ്ഞപ്പോൾ എന്റെ ആദ്യം വന്ന സ്പോട്ട് ചിന്ത ഇതാണ്, ഞാനിതൊരു വചനം പറയുന്ന ആളല്ലേ, അപ്പൊ ഞാനിത് കേട്ട് ചിരിക്കാൻ പാടുണ്ടോ? അപ്പം ഇതാണ് എന്റെ ആദ്യം വന്ന സാധനമേ. അപ്പം ഞാനിങ്ങനെ അയ്യോ അത് അപ്പൊ അന്നേരം അതാ ആദ്യം ചിരിക്കുന്നതേ. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയ സാധനം ഉണ്ടല്ലോ, നമ്മളൊരു തെറ്റ് ചെയ്യാതിരിക്കേണ്ടത് നമ്മളൊരു സാക്ഷി നിൽക്കുന്ന ആളായതുകൊണ്ടല്ല. എന്റെ ഈശോ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ വിഷമിക്കുന്നുണ്ട്. എന്റെ ഈശോ ഞാനൊരു തെറ്റ് ചെയ്യാൻ വിഷമിക്കുന്നുണ്ട്. ഈശോ കരയുന്നുണ്ട്. കർത്താവ് ഈ ഭൂമി പറഞ്ഞില്ലേ, ഞാൻ സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കായി തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി നമുക്ക് നൽകാതിരിക്കുമോ? അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ കർത്താവ് വിഷമിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്നേഹത്തെ പ്രതി നിങ്ങൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈശോയുടെ വിഷമം കണ്ടുകൊണ്ട് എനിക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്റെ തെറ്റിനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊരു ഞാനൊരു കറക്റ്റ് ട്രാക്കില്ല. എനിക്കൊരു ഭയങ്കര വിശുദ്ധി എനിക്ക് വരും. ഞാൻ ഒരു കാരണവശാൽ ഞാൻ ഈ പറയുന്ന സാധനമേ നമുക്കിങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ ഒരു എയിം എന്താണ്? നമ്മുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ? അതായത് കുമ്പസാരിച്ച് കഴിയുമ്പോൾ എന്റെ മനസ്സിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറും, ഒരു ആശ്വാസം കിട്ടും. ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് കുമ്പസാരിക്കുന്നത്. അതോ എന്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചു എന്നുള്ള വിഷമത്തിന്റെ പേരിലാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. ഞാനിങ്ങനെ ചില ബോധ്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ കുമ്പസാരം എല്ലാം ട്രാക്കിലാകുന്നതേ. ഞാൻ കുമ്പസാരിക്കുന്നത് എന്റെ കർത്താവിനെ ഞാൻ വിഷമിപ്പിച്ചു എന്നുള്ള വേദന കൊണ്ടായിരിക്കണം. അല്ലാതെ എനിക്കൊരു ഉറപ്പായിട്ടും കുമ്പസാരം നമുക്ക് ഒരു ആശ്വാസമുണ്ട്. ഒരു ഭാരം ഇറക്കി വെക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ഭാരം ഇറക്കി വെക്കലിനോട് കുമ്പസാരിക്കാൻ പോകുന്ന ആൾക്കാര് അത് മാറ്റണം. അതല്ല, അതൊക്കെ വരുന്ന സാധനമാണ്. പക്ഷെ എന്റെ ഈശോയെ ഞാൻ വിഷമിപ്പിച്ചു, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ഈശോനെ ഞാൻ വിഷമിപ്പിച്ചു. അങ്ങനെ പോയി കുമ്പസാരിക്കാൻ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും ഞാനൊരു നന്മപ്രവൃത്തി ചെയ്യുമ്പോഴും ഒക്കെ എന്റെ ഈശോയെ ഞാൻ വിഷമിപ്പിച്ചു. ഈശോയുടെ സ്നേഹത്തെ പ്രതി ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ, എന്റെ കുമ്പസാരവും എന്റെ പ്രാർത്ഥനയെല്ലാം അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്കൊരു ഭയങ്കര വ്യത്യാസം ഉണ്ടാവുക. ഈ ഒരു പ്രയർ മീറ്റിങ്ങിന്റെ ഈ വചനത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പം, ഈ വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കർത്താവിന്റെ സ്നേഹം ഇങ്ങനെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം ഈ നല്ലതണ്ണി പോയപ്പം പിന്നെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒരു പ്രയർ മീറ്റിംഗ് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ ജോലിയുടെ കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ ജോലി കിട്ടിയ സമയത്ത് ഞാൻ എന്റെ ജോലിയുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എവിടെ പോയി പറഞ്ഞാലും ഞാൻ കരഞ്ഞു പോകും. അപ്പൊ ആ ഒരു സമയത്ത് ആ സ്ട്രഗിൾ എടുത്ത് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കരയും. ഞാൻ കരയും. പക്ഷേ അതായത് എന്റെ ലൈഫിൽ സംഭവിച്ച ഞാൻ ഫേസ് ചെയ്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. പക്ഷേ ഈ നല്ലതന്നെ ബ്രദേഴ്സ് ഇരുന്നിങ്ങനെ സംസാരിക്കുക. അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരിങ്ങനെ പറയുക, ഈശോയുടെ സ്നേഹം എന്ന് പറയുവാണ്. ഈശോയുടെ സ്നേഹം എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക.
അപ്പൊ ഈശോയുടെ സ്നേഹം, ഈശോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അടുത്ത് കരയുക. ഈശോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കരയുവാണ്. ഈശോ എന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുമ്പോൾ കരയുന്നു. അഗസ്തീനോസ് ഫ്രാൻസിസിന്റെ കാര്യം പറയുമ്പോൾ കരയുന്നു. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ കരഞ്ഞ കരഞ്ഞാ പറയുന്നതേ. അപ്പൊ അത് കണ്ടപ്പോഴേക്കും ഞാൻ അവരുടെ ലൈഫിലെ വേദനകളൊന്നും പറയുന്നൊന്നുമില്ല. ഇവര് ഈശോയുടെ സ്നേഹം എത്ര വലുതാന്നൊക്കെ പറയുമ്പോൾ ഒരു കരയുക. അപ്പൊ ഞാൻ ആലോചിക്കും, എന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവം ഇവരൊക്കെ ഈശോ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എത്രമാത്രം എന്തായിരുന്നേ. നമ്മൾ അച്ഛൻ ഡാൻസ് പറഞ്ഞ കാര്യമില്ലേ, ഈശോ എന്ന് പറയുമ്പോൾ കരയണം. ഈശോ എന്ന് പറയും, ഈശോ എന്ന് കേൾക്കുമ്പോൾ കരയാൻ പറ്റണം. നമ്മളിങ്ങനെ ഈശോയെ സ്നേഹിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്നേഹത്തിനകത്ത് ഭയങ്കര കുറവുകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. കർത്താവെ, എനിക്ക് അങ്ങയെ കൃത്യമായി സ്നേഹിക്കാൻ പറ്റണം. എനിക്ക് ഈശോനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം വരണം. എനിക്ക് കുരിശിലൂടെ നോക്കുമ്പോൾ കരച്ചിൽ വരണം. അതുപോലെ എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റണം. അപ്പം ആ ഒരു കാര്യമേ നമ്മൾ അങ്ങനെ വേണം. ആ ഒരു നമ്മൾ എങ്ങനെ ഒരുങ്ങുന്നോ, ബൈബിളിൽ വചനം പറയും, തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിച്ചാൽ ഈശോയുടെ സ്നേഹം നമ്മളിലേക്ക് കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടും. അപ്പൊ നമ്മൾ ശരിക്കും ഈശോയെ, അങ്ങയുടെ സ്നേഹം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണേ. എനിക്ക് അങ്ങയുടെ സ്നേഹം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം എന്ന് ശരിക്കും പ്രാർത്ഥിക്കണം. ഈ പ്രദേശം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു, എന്നാ ഇങ്ങനെ ആദ്യമായിട്ട് ഈശോയുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അസ്ഥിയൊക്കെ പൊട്ടുന്ന പോലെ കരഞ്ഞതേ. അസ്ഥിയൊക്കെ പൊട്ടുന്നത് പോലെ പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അത് ധ്യാനത്തിൽ കിട്ടുന്ന അഭിഷേകം, അതും നല്ലത്. അതിന് അസ്ഥി പൊട്ടുന്നത് പോലെ കരഞ്ഞെന്നൊക്കെ പറഞ്ഞു. അതുപോലെ എന്റെ അസ്ഥിത്വം പൊട്ടിപ്പോകുന്ന പോലെ കരയുമെന്ന് പറഞ്ഞു. അതൊന്നും ഭയങ്കര സ്നേഹം ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും അങ്ങനെ കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോഴേക്കും, അപ്പൊ ഈശോയുടെ സ്നേഹം എത്രമാത്രം വലുതാ. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കണം. നമ്മളിപ്പോ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതിന്റെ അതൊന്നും ഒട്ടുമല്ല. അപ്പൊ നമ്മൾ ശരിക്കും ആഗ്രഹിക്കും, ഈശോ എനിക്ക് അങ്ങയുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അങ്ങയുടെ സ്നേഹം അത് നമ്മൾ ശരിക്കും ആ പ്രാർത്ഥന ശരിക്കും അങ്ങ് പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഈ പ്രയർ മീറ്റിംഗിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിനുവേണ്ടി നിങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാല്ലേ, അങ്ങനെ ചില കാര്യങ്ങൾ കുറെ പേർക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും നമ്മളെ പ്രാഗ് ഒന്നുകൂടെ പ്രദേശം അങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനും കരഞ്ഞിട്ടുണ്ട് ഈശോയുടെ കാര്യം പറയുമ്പോൾ. പക്ഷെ ഞാൻ കരഞ്ഞതൊക്കെ ഈ ജോലിയുടെ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്കിങ്ങനെ ഈശോ എന്ന് പറയുമ്പോൾ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റണം. കരയാൻ പറ്റണമെന്ന് വെച്ചാൽ, കാരണം ഞാൻ കരയാൻ പറ്റണമെങ്കിൽ അത്ര സ്നേഹിക്കണം. ആ സ്നേഹത്തിലേക്ക് എനിക്ക് വളരണം. അതെന്റെ ആഗ്രഹമാണ്. അതുപോലെ എല്ലാവരും ആഗ്രഹിക്കണം. വചനം ഇതാണ്: സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടിയ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കോ. അപ്പം ഇതാണ്, അവനോട് കൂടിയ സമസ്തവും ദാനമായി നൽകാതിരിക്കോ. അപ്പം അതായത് പിതാവായ ദൈവം സ്വപുത്രനെ തന്നു, പിന്നെ എല്ലാം അവനോട് കൂടിയെന്നാ പറഞ്ഞേക്കണം. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും പിതാവ് മഹത്വപ്പെടാൻ വേണ്ടി, അതായത് ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പം നമുക്ക് അവനോട് കൂടിയാണ് എല്ലാം നമുക്ക് ദാനമായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അതായത് ഈശോയുടെ നാമത്തിൽ നമ്മളെല്ലാം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിതാവായ ദൈവം എന്താണ് എല്ലാം ദാനമായിട്ട് നമുക്ക് ഇട്ടുതരും. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പിന്നെ ഈ റോമ 8:17 ഒരു വചനമുണ്ട്: നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു, അതാണ് ഈ പറയുന്ന പോലെ നമുക്കെല്ലാം ഒരു അവകാശം ദൈവം തന്നേക്കുക. ഈ അവകാശം നമുക്ക് കിട്ടിയേക്കുന്നത് പിതാവ് പുത്രനെ അയച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അവകാശം കിട്ടിയത്. നമുക്കെല്ലാം പിതാവിനോട് ചോദിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ഈ പുത്രന്റെ വരവോടുകൂടിയാണ്. പുത്രൻ വന്നപ്പോൾ നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടി. എല്ലാം നമുക്ക് അവകാശമായിട്ട് പിതാവായ ദൈവം നമുക്ക് തന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ഈശോയുടെ നാമത്തിൽ ചോദിക്കാൻ പറയുന്നത്. ഈശോയുടെ നാമത്തിൽ ചോദിച്ചു കഴിയുമ്പോൾ റോമ 5:5 പ്രത്യേകിച്ച് നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് എന്താ? പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പം അത് പിതാവായ ദൈവം നമുക്ക് പുത്രനെ ലോകത്തിലേക്ക് വന്നു, സ്വന്തം വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലോകത്തിലേക്ക് വന്നു. അപ്പൊ നമുക്കെല്ലാം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ എന്താ പറയാ, പൗലോസ് പറയുന്നില്ലേ, കൃപയ്ക്കുമേൽ കൃപ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ, ഞാൻ പാപികൾ ഒന്നാമനായിരുന്നു, എങ്കിലും എനിക്ക് അവിടുത്തെ കാരുണ്യം ലഭിച്ചു. അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു സംഭവം, കാരുണ്യം, കൃപ നമുക്ക് കിട്ടേണ്ട ഈ പറയുന്ന നമ്മുടെ പുണ്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് ഒരുക്കിയേക്കുന്ന നമ്മുടെ അവകാശമാണ്. ഒരു പാപി വന്നിട്ട് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതവന്റെ അവകാശമാണ്. കാരണം അവന് സ്വപുത്രൻ, അല്ലെങ്കിൽ പിതാവായ ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവന്റെ അവകാശം. അതായത് ഒരു പാപി അവന്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രക്ഷ, അത് അവന്റെ അവകാശമാണ്. കാരണം എന്താ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ഈശോ, അല്ലെങ്കിൽ
കുരിശിൽ മരിച്ചു. കാരണം അത് ഒരാൾക്ക്, ഒരു പാപിക്ക് അവന്റെ അവകാശം, അല്ലെങ്കിൽ അവന്റെ ആ ഒരു രക്ഷ, അത് അവന്റെ അവകാശമാക്കി മാറ്റാൻ വേണ്ടിയാണ് കാൽവരിയിൽ ഈശോ കുരിശിൽ മരിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ എന്ത് സാഹചര്യമാണെങ്കിലും നമുക്ക് എന്താ പറയാ, നമുക്കിപ്പോ നമുക്കൊരു അനുതാപമാണ് ആവശ്യമെങ്കിൽ, നമുക്കൊരു പാപത്തിൽ നിന്ന്, ഒരു പാപത്തിൽ നിന്ന് ഒരു മോചനമാണ് ആവശ്യമെങ്കിൽ, ഇതെല്ലാം നേടിയെടുക്കാൻ നമുക്കൊരു അവകാശമുണ്ട്. കാരണം എന്താ, നമുക്ക് അത് വാങ്ങി തന്നു വെച്ചിട്ടുണ്ട്. ഈശോ കുരിശിൽ അത് വാങ്ങി തന്നു വെച്ചിട്ടുണ്ട്. ചോദിച്ച് വാങ്ങിക്കാൻ നമുക്കൊരു അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം അവനോട് കൂടി ദാനമായിട്ട് തന്നേക്കുന്നത്. അപ്പം എല്ലാം ദാനമായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന എല്ലാം ഈശോയിലൂടെ മാത്രമാണ്. അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം അത് ഈശോയുടെ പേരിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കുണ്ടായിരിക്കുന്ന ഭൗതികമായിട്ടുള്ള ആഹ് ആഹ് ആവശ്യങ്ങളാകാം, ആത്മീയമായിട്ടുള്ള എന്താവശ്യങ്ങളായാലും എല്ലാം ഈശോയോട് ചേർന്ന്, ഈശോയുടെ നാമത്തോട് ചേർന്ന്, ഇപ്പം അതൊരു ദാനാണ്. ഇപ്പം പൗലോസും പത്രോസും അല്ലെങ്കിൽ സ്ലീഹന്മാരെല്ലാം പറയുന്ന, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, പിശാചിനോട് വിട്ടുപോകാൻ പറയുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ, എല്ലാം വെള്ളിയോ സ്വർണ്ണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാം അവനോട് കൂടിയാണ്. ഒരു പാപിക്ക് മാനസാന്തരം കിട്ടുന്നത് അവനോട് കൂടിയാണ്, ഈശോയോട് കൂടിയാണ്. ഒരു രോഗിക്ക് സൗഖ്യം കിട്ടുന്നത് അവനോട് കൂടിയാണ്. അപ്പം സൗഖ്യം, രക്ഷ, ഇതെല്ലാം ഈശോ വാങ്ങിച്ചു തന്നിരിക്കുന്ന ദാനമാണ്. അപ്പൊ നമുക്ക് എന്താണോ, നമുക്ക് അഭിഷേകം, അല്ലെങ്കിൽ എന്താ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നമുക്ക് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, നമുക്ക് ആ ഒരു കത്തല് നമുക്ക് കുറവാണോ, നമുക്ക് അങ്ങനെ ഒരു അനുഭവപ്പെടലില്ലേ, ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കണം. അത് ദാനമായിട്ട് ഈശോ നമുക്കത് വാങ്ങിച്ചത്. കാരണം വെച്ചാൽ അത് അവകാശം, നമ്മുടെ അവകാശമാണ്. അത് നമുക്ക് വാങ്ങിയെടുക്കാൻ, ആ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാ, ആ ദാനം നമ്മുടെ ഔദാര്യമാണ്. കാരണം എന്താ, ഈശോ നമുക്കത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഈശോയുടെ നാമത്തിൽ ചോദിച്ചു വാങ്ങണം. കാരണം വെച്ചാൽ പിതാവ്, അതുകൊണ്ടാണ് ഈശോ പറയണില്ലേ, അതായത് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ പറയുന്നില്ലേ, നിങ്ങൾ ചോദിക്കാൻ എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകാൻ പിതാവായ ദൈവം സന്നദ്ധൻ. അപ്പം അതുകൊണ്ട് നമ്മൾ ചോദിക്കുക. അതുകൊണ്ടാണ് പിതാവായ ദൈവം പറഞ്ഞത്, അതായത് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ ഒഴിവാക്കാതെ നിങ്ങളെ സ്നേഹിച്ചു. അപ്പം ഈ പിതാവ്, ആ പുത്രനോട് ചേർന്ന് നമ്മൾ പിതാവിനോട് ചോദിക്കുന്ന എന്തും നമുക്ക് കിട്ടും. എല്ലാം നമ്മുടെ അവകാശമാണ്. ആ ഒരു ചിന്തയോടെ എന്താവശ്യങ്ങളും നമ്മൾ ആ ഒരു ചിന്തയോടെ നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ ചോദിക്കുക, പിതാവായ ദൈവത്തോട് ചോദിക്കുക. പിതാവായ ദൈവം നമുക്കത് നടത്തി തരും.